തെരഞ്ഞെടുപ്പ് കാലത്ത് വൈറലായി കേസിലായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിന്റെ രണ്ടാം ഭാഗവും എഴുതിയിട്ടേ താൻ അടങ്ങിയിരിക്കുകയുള്ളൂ എന്ന് കുഞ്ഞബ്ദുള്ള. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം ജില്ലാ UDF കമ്മിറ്റിയാകും ഗാനം പുറത്തിറക്കുക. ജയിലിൽ കഴിയുന്ന ദേവസ്വം മുൻ കമ്മീഷണർ N. വാസു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതുന്ന കത്താണ് തന്റെ രണ്ടാമത്തെ പാട്ടിന്റെ ഉള്ളടക്കമെന്ന് GP കുഞ്ഞബ്ദുള്ള പറയുന്നു. പാട്ടിന്റെ പേരിൽ കുഞ്ഞബ്ദുള്ളക്കെതിരെ എടുത്ത കേസിൽ നിന്ന് താൻ ഒളിച്ചോടില്ല എന്നും നിയമപരമായി നേരിടുമെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM-ന് പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ലാതായി പോയപ്പോഴാണ് അണികളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഈ പാട്ടെടുത്ത് മുന്നോട്ട് വെച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അതിന് കിട്ടിയ വടിയായാണ് ഈ പാട്ടിന്റെ മേൽ പഴിച്ചാരുന്നത്. അല്ലാതെ ഈ ഒരൊറ്റ പാട്ടുകൊണ്ട് CPM എന്ന കാഡർ പാർട്ടി തകർന്നു പോവില്ല. കേസ് തങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പറഞ്ഞത് എന്നും GP കുഞ്ഞബ്ദുള്ള. എന്തായാലും കുഞ്ഞബ്ദുള്ളയുമായി നടത്തിയ ഒരു അഭിമുഖത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഒരു മാധ്യമത്തിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങളാണിത്. 2.5 മാസം മുൻപ് ഇദ്ദേഹം എഴുതിയ പാട്ടാണ്. അടിസ്ഥാനപരമായി ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. സർക്കാരിനെതിരായി ഒരു പാട്ടെഴുതി എന്നത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ പാട്ടിൽ എവിടെയെങ്കിലും മതനിന്ദ കാണിച്ചു തരാമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ശബരിമലയിലെ വിഷയം മാത്രമല്ല ആ പാട്ടിലുള്ളത് എന്നും അദ്ദേഹം പറയുന്നു. അതിൽ ആശാവർക്കർമാരോട് സർക്കാർ കാണിച്ച അവഗണനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഷാഫി പറമ്പിലിനെ തല്ലിയതിനെ കുറിച്ച് പറയുന്നതുണ്ട്. TP കൊല്ലാൻ നോക്കിയതൊക്കെ ആ പാട്ടിൽ പ്രതിപാദ്യമാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് BJP-യും ഇതേ പാട്ടിലെ ആദ്യവരികൾ പ്രചരിപ്പിച്ചിരുന്നു എന്നതും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തർ ബസ്സിൽ ഈ പാട്ടിട്ട് പോകുന്നതിന്റെ വീഡിയോ പലരും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ശരിക്കും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM-ന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ലാതായി പോയപ്പോൾ അണികളോട് എന്തെങ്കിലുമൊക്കെ മുട്ടാപ്പോക്ക് പറഞ്ഞു നിൽക്കാൻ വേണ്ടി അവർ എടുത്ത വടിയാണ് ഈ പാട്ടിന്റെ മേൽ പഴിയായി ചാരുന്നത്. അല്ലാതെ ഈ ഒരൊറ്റ പാട്ടുകൊണ്ട് CPM എന്ന വലിയ പ്രസ്ഥാനം തകർന്നു പോവുമോ എന്ന് അവർ തന്നെ ചിന്തിക്കാനാണ് കുഞ്ഞബ്ദുള്ള പറയുന്നത്. പാട്ടെഴുതിയ കുഞ്ഞബ്ദുള്ളക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ അദ്ദേഹത്തിന് തെല്ലും ആശങ്കയില്ല എന്നാണ് അദ്ദേഹം പറയുന്നതിന് കാരണമുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അദ്ദേഹത്തെ വിളിച്ചു. കേസ് അവർ നോക്കിക്കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആശങ്കയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. കേസ് എടുത്ത സ്ഥിതിക്ക് നിയമാനുസൃതമായി തന്നെ നേരിടും. ഒരിക്കലും ഒളിച്ചോടാൻ താൻ ശ്രമം നടത്തില്ല എന്നും അദ്ദേഹം പറയുന്നു. വിശ്വാസികളുടെ നെഞ്ചു പിളർന്ന വേദനയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സമ്മാനിച്ചത്. അത് അദ്ദേഹത്തെയും വല്ലാതെ വേദനിപ്പിച്ചു. ആ ഒരു വേദനയിൽ തന്നെ താൻ എഴുതിയ പാട്ടാണത്. ഖത്തറിൽ ജോലി തിരക്കിനിടെയാണ് പാട്ടെഴുതിയത്. ആരെ അപമാനിക്കുക എന്നതായിരുന്നില്ല ലക്ഷ്യം. പാട്ടെഴുതിയ ശേഷം യൂത്ത് കോൺഗ്രസ്സുകാർക്കും യൂത്ത് ലീഗുകാർക്കുമാണ് ആദ്യം അത് നൽകിയത്. അവരത് വേണ്ടതുപോലെ സ്വീകരിച്ചില്ല. അതിനുശേഷം CMS എന്ന ഒരു മീഡിയ അവർ ഇദ്ദേഹത്തെ സമീപിച്ചു. വീഡിയോ ചെയ്ത് ഇറക്കിക്കോട്ടെ എന്നവർ അനുവാദം ചോദിച്ചു. അതിന് അദ്ദേഹം അനുവാദം നൽകുകയായിരുന്നു. ഇദ്ദേഹം മാപ്പിളപ്പാട്ട് 600ഓളം എഴുതിയിട്ടുണ്ട്. അതിൽ 200ഓളം പാട്ടുകൾ അദ്ദേഹം 600ഓളം പാട്ടുകൾ എഴുതിയിട്ടുള്ളതിൽ 200ഓളം മാപ്പിളപ്പാട്ടുകളാണ്. മനുഷ്യപക്ഷത്ത് ചേർന്ന് നിന്നുള്ള പാട്ടുകൾ എഴുതാനാണ് അദ്ദേഹത്തിന് താല്പര്യം. പലപ്പോഴും സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ കണ്ടെത്തിയാണ് പാട്ട് എഴുതാറുള്ളത്. മാനവികത നേരിടുന്ന ഭീഷണികളായിരിക്കും പ്രധാന വിഷയം. മാനവികത തന്നെയാണ് തന്റെ മതം. ഇനി തുർക്കിയിൽ ഒരു ബോംബ് പൊട്ടിയാലും ബാബറി മസ്ജിദ് തകർന്നാലും താൻ ഒരുപോലെ കണ്ടതിന് പാട്ടെഴുതും എന്നാണ് കുഞ്ഞബ്ദുള്ള പറയുന്നത്. പരിസ്ഥിതിക്ക് എതിരായ പ്രവർത്തനങ്ങൾക്കെതിരെയും പലിശയ്ക്കും മദ്യത്തിനും ലഹരിക്കും എതിരെയും ഞാൻ പാട്ടെഴുതും. മാപ്പിളപ്പാട്ടിൻ വർണ്ണ ചരിത്രം എന്ന പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഭീഷണികളും ധാരാളം വരുന്നുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ അദ്ദേഹം അതൊന്നും വായിക്കാൻ പോലും മെനക്കെടാറില്ല, കേൾക്കാനിരിക്കാറില്ല. അദ്ദേഹത്തിന് ഖത്തറിലെ കച്ചവടത്തിനിടയിൽ അതിനുള്ള സമയമില്ല എന്നാണ് പറയുന്നത്. മോശമായ പദപ്രയോഗങ്ങൾക്ക് തിരിച്ച് മറുപടിയേ കൊടുക്കാറില്ല. CPIM-ൽ നല്ല സുഹൃത്തുക്കളുണ്ട്. പാട്ട് നന്നായി എന്നാണ് അവരിൽ പലരും കുഞ്ഞബ്ദുള്ളയോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ തോൽവിക്ക് കാരണക്കാരായ ഒരു വിഭാഗം ഉള്ള വോട്ട് പിടിച്ചു നിർത്താൻ സൃഷ്ടിച്ച ഒരു ഗിമിക്കാണ് ഈ വിവാദം എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും മതത്തെ വ്രണപ്പെടുത്തിയെന്ന പരാതിക്ക് കുഞ്ഞബ്ദുള്ളയുടെ കയ്യിൽ മറുപടിയുണ്ട്. BJP അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് ഉപയോഗിക്കുമോ? BJP വ്യാപകമായി ഈ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഹിന്ദു മതത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ഗാനമായിരുന്നു അത് എങ്കിൽ BJP അത് ഉപയോഗിക്കുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതേ പാട്ട് തന്നെ സതീശനെതിരെ CPM പാരഡിയായി ഇറക്കിയില്ലേ എന്നും അദ്ദേഹം ചോദിക്കും. ഇതിനു മുമ്പ് K. കരുണാകരനെ പരിഹസിച്ചും ഇതേ പാട്ടിന്റെ പാരഡി ഇറക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഭക്തിഗാനം തന്നെ പാരഡി എഴുതാനായി തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ ഈ ടൂണിൽ തന്നെ ധാരാളം പാരഡി ഗാനങ്ങൾ ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. അയ്യപ്പനെ പറ്റിയുള്ള വിഷയമായതിനാൽ ഒരു അയ്യപ്പ പാട്ടാകാം എന്ന് മനസ്സിൽ തോന്നി. മനസ്സിലുണ്ടായിരുന്നത് ഈ പാട്ടാണ്. മനസ്സിലുള്ളത് വ്യക്തമായി എഴുതാൻ ഈ ടൂണിലൂടെ സാധിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അടുത്ത പാട്ട് തിരഞ്ഞെടുപ്പ് ഫലം വന്ന അന്നേ ദിവസം തന്നെ മറ്റൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് അടുത്ത പാട്ട്. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ കമ്മീഷണർ N. വാസു പിണറായിക്ക് ജയിലിൽ നിന്ന് എഴുതുന്ന കത്ത് രൂപേണ ഉള്ളൊരു പാട്ടാണ്. ഞങ്ങളെല്ലാം ജയിലിലാണ്, നിങ്ങൾ തോറ്റെന്ന് അറിഞ്ഞു എന്ന രീതിയിലാണ് അത്ര അത് എഴുതിയിരിക്കുന്നത്. സ്ഥിരമായി എഴുതുന്ന ശൈലിയിൽ നിന്ന് വ്യത്യാസമുണ്ടാകും. എന്തായാലും നിയമസഭാ ഇലക്ഷൻ വരെ അത് കാത്തിരിക്കേണ്ടി വരും. നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള പ്രചരണത്തിന് ആ പാട്ട് ഉപയോഗിക്കാനാണ് കുഞ്ഞബ്ദുള്ളയുടെ തീരുമാനം. എന്തായാലും പാട്ടിനെ ഒരേപോലെ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതൊരു ആ ഒരു രീതിയിൽ മാത്രം അതിനെക്കുറിച്ച് കണ്ടാൽ മതി. അവിടെ ഒരു മതനിന്ദ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്നതൊക്കെ ശരിയാണ് എന്ന അഭിപ്രായത്തോട് തന്നെയാണ് പലരും യോജിക്കുന്നത്.
എന്തായാലും അടുത്ത പാട്ട് കേൾക്കാൻ കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.